കൂട്ടുകാർക്കും P2 ഹദീസിൻ്റെ മറ്റൊരു ഹദീസ് പഠന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വലാത്തുൽ ജുമുഅ എന്ന അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സുകൾ മാത്രമാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സുകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വലാത്തുൽ ജുമുഅയിൽ ഒന്നാമതായി ചർച്ച ചെയ്യുന്നത് വഖ്തുൽ ജുമുഅ. ജുമുഅൻ്റെ സമയം ഏതാണ്? ജുമുഅ നിസ്കരിക്കേണ്ടത് എപ്പോഴാണ്? വഖ്തുൽ ളുഹറിൻ്റെ സമയത്ത് തന്നെയാണ്. എന്താ അതിന് തെളിവ്? കുന്നാ നജ്മഉ മഅഹു, ഞങ്ങൾ വിശുദ്ധ പ്രവാചകൻ്റെ കൂടെ ഒരുമിച്ച് കൂടി ജുമുഅ നിസ്കരിക്കും. ഇദാ സാലത്തി ഷംസു, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ. സുമ്മ നർജിഉ, പിന്നെ ഞങ്ങൾ ജുമുഅ കഴിഞ്ഞ് മടങ്ങും. നതതബ്ബഉൽ ഫൈഅ, നിഴൽ ഞങ്ങളുടെ പിന്നിലാണ് വരിക. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ നിഴൽ പിന്നിലാവുമല്ലോ, ആ സമയത്താണ് ഞങ്ങൾ തിരിച്ചു വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം ജുമുഅ നിസ്കരിക്കേണ്ട ടൈം എപ്പോഴാണെന്നാണ്. അത് ളുഹറിൻ്റെ സമയം തന്നെയാണ്. അതേപോലെ കൈലൂലത്തിൻ്റെ ഉറക്കമുണ്ട്. സാധാരണഗതിയിൽ ളുഹറിൻ്റെ മുമ്പ് നമുക്കൊന്നും ഇങ്ങോട്ട് മയങ്ങണത് സുന്നത്താണ്. കൈലൂലത്തിൻ്റെ ഉറക്കം എന്ന് പറയും. ഈ കൈലൂലത്തിൻ്റെ ഉറക്ക് വെള്ളിയാഴ്ച ദിവസം നമ്മൾ എന്ത് ചെയ്താൽ മതി? ജുമുഅ നിസ്കരിച്ചതിന് ശേഷം ചെയ്താൽ മതി എന്നുള്ളതാണ്. വഖ്തുൽ കൈലൂല ഉറക്കിൻ്റെ സമയം അൽ ഇസ്തിറാഹത്തു നിസ്ഫൻ നഹാർ, പകലിൽ ഉച്ചക്ക് ഉറങ്ങുക എന്നുള്ളതാണ്. ദലീലിൻ്റെ തെളിവ് മാ കുന്ന നഖീലു വലാ നതഗദ്ദ, ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല, കൈലൂലത്തിൻ്റെ ഉറക്കം ഉറങ്ങൂല. ഇല്ലാ ബാദ ജുമുഅ, വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് കൈലൂലത്തിൻ്റെ ഉറക്ക് ഉറങ്ങേണ്ടത്. അതേപോലെ ഖതീബ് ഖുത്ബ നിർവഹിക്കുമ്പോൾ എണീറ്റിക്കണം. അൽ ഖിയാമു വാജിബുൻ, എണീറ്റിക്കൽ നിർബന്ധ ഹാല ഖുത്ബ നടത്തുമ്പോൾ. അതിനെന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഖ്തുബു ഖായിമ, നിന്നിട്ട ഖുത്ബൂദ, പിന്നെ ഒന്ന് ഇരിക്കും. സുമ്മ യജ്ലിസു, പിന്നെ ഒന്നിരിക്കും. സുമ്മ യഖൂമു, പിന്നെ എണീറ്റിക്കും. ഫയഖ്തുബു ഖായിമ, നിന്നുകൊണ്ട് ഖുത്ബ ഓതും. ഇനി വെള്ളിയാഴ്ച നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്ത് ഏതൊക്കെയാണ്? അസ്സുവറുൽ മുഖററ ഫി സ്വലാത്തുൽ ജുമുഅ, ജുമുഅ നിസ്കാരത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുകൾ ഏതൊക്കെ? ഒന്ന് അൽ മുനാഫിഖൂന സൂറത്താണ്. അതിൻ്റെ തെളിവ് എന്താ? കാന യഖ്റഉ ഫി സ്വലാത്തുൽ ജുമുഅ, വിശുദ്ധ പ്രവാചകൻ ജുമുഅ നിസ്കാരത്തിൽ ഓതുമായിരുന്നു സൂറത്തുൽ ജുമുഅയും മുനാഫിഖൂനയും. ഇനി വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്ത് ദുആ ചെയ്താൽ ഉറപ്പായും ജവാബുണ്ടാവും. ഏതാണ് ആ സമയം? ഒന്നാമത്തെ സമയം ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു, ഇമാമി ഇരുന്നത് മുതൽ ഇലാൻ തുഖ്ള സ്വലാത്തു, നിസ്കാരം വീടുന്നത് വരെ. രണ്ടാമതായി പറയുന്നത് മാ ബൈന സ്വലാത്തിൽ അസരി, വെള്ളിയാഴ്ച അസറിന് ശേഷം ഇലാ ഉറൂബി ഷംസി, സൂര്യാസ്തമയം വരെ. അസർ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരക്കുന്ന സമയം. ഇനി വേറെ സമയം കൂടിയുണ്ട്, രണ്ട് ഖുത്ബൻ്റെ ഇടയിൽ ഇരിക്കുമല്ലോ, ആ സമയത്തും സീക്രട്ട് മറ്റ് ഹദീസുകൾ നമുക്ക് കാണാം. ഇനി 4 ആൾക്കാർക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല ജുമുഅ. റുഖ്സത്തു, ഇളവുണ്ട്, കൺസെഷൻ ഉണ്ട്. ഫീ സ്വലാത്തുൽ ജുമുഅത്തി അർബഅത്തുൻ, 4 ആൾക്കാർക്ക് നിസ്കരിക്കണതിൽ കൺസെഷൻ ഉണ്ട്. ഒന്നാരറിയോ? മംലൂക്ക്, അടിമ. 2 മമ്രത്ത്, പെണ്ണുങ്ങൾ. അതുപോലെ വസബി, കുട്ടികളും ജുമുഅ നിസ്കരിക്കണ്ട. മരീദും, രോഗികളും. പിന്നെ മുസാഫിരിങ്ങൾ ഓൾറെഡി ഇല്ലയെന്ന് നമുക്കറിയാലോ. യാത്രക്കാർക്കും ജുമുഅ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരാൾ ഖുത്ബ ഓതുമ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണ്, അവൻ്റെ ജുമുഅ ബാത്തിലാവും. അത്തക്കല്ലുമു, സംസാരിക്കുക. ഹാൽ ഖുത്ബ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരാൾ സംസാരിച്ച് എന്താ സംഭവിക്കുക? യുബത്തുൽ ജുമുഅ, അവൻ്റെ ജുമുഅ ബാത്തിലാവും. ദലീൽ, അതിൻ്റെ തെളിവെന്താ? മൻ തക്കല്ലമ, ആരെങ്കിലും സംസാരിച്ചാൽ യൗമൽ ജുമുഅത്തി, ജുമുഅൻ്റെ അന്ന്, വല്ലിമാമു യഖ്തുബു, ഇമാമു ഖുത്ബ ഓതുമ്പോൾ, ഫഹുവ കമസലിൽ ഹിമാരി, അവൻ കഴുതയെപ്പോലെയാണ്. യഹ്മിൽ അസ്ഫാറ, ബാണ്ട ചുമക്കുന്ന അല്ലെങ്കിൽ കിതാബ് ചുമക്കുന്ന കഴുതകൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല, അതുപോലെയാണ്. എന്നാൽ അത്രയും മോശപ്പെട്ടൊരു കാര്യമാണ് ഈ ഖുത്ബ ഓതുമ്പോൾ സംസാരിക്കുക എന്നുള്ളത്. ഇനി ശേഷം പറയേണ്ടത്, ആരെങ്കിലും സംസാരിക്കുന്ന ഒരാളോട് ഷട്ടപ്പ് ഉണ്ടായിരിക്കും, അൻസിത്ത് എന്ന് പറഞ്ഞാൽ അവനും ജുമുഅ ഇല്ല. അപ്പോൾ ഖുത്ബ ഓതുമ്പോൾ ഒരു സംസാരത്തിനും അവിടെ എന്തില്ല, വകയില്ല.